സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 24, 30 മുതൽ 34 വരെ. ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അവിടെ മുള്ള് പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. കർത്താവിൽ പ്രിയരെ, ദൈവം തന്നെ കനിഞ്ഞ് കൃപയാൽ ജ്ഞാനം നൽകി അനുഗ്രഹിച്ച ശലോമോൻ രാജാവ്, അദ്ദേഹത്തിലൂടെ വളരെയധികം സദൃശ വാക്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാം ഇന്ന് വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളിലും ഇവിടെ ജ്ഞാനത്തിൻ്റെ സൂക്തങ്ങൾ നാം കാണുകയാണ്. മടിയനെക്കുറിച്ചാണ് ഇവിടെ ശലോമോൻ രാജാവ് പ്രസ്താവിക്കുന്നത്. മടിയൻ തൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. മടിയൻ്റെ വിള അഥവാ വയൽ, അവൻ്റെ മുന്തിരിത്തോട്ടം അഥവാ അവൻ്റെ കൃഷി, ആ കൃഷിയിടം ഏത് സ്ഥിതിയിലായിരിക്കുന്നു, ഏത് അവസ്ഥയിലായിരിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതൊക്കെ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വിശദീകരിക്കുകയാണ്. മടിയൻ്റെ വിളഭൂമി അഥവാ വയൽ, കൃഷിസ്ഥലം, അവിടെ മുള്ള് പടർന്നു പിടിച്ചിരിക്കുകയാണ്. തൂവ അഥവാ കാട് നിറഞ്ഞ് നിലം മൂടിയിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ വേലി, മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു വിളഭൂമി നശിച്ച അവസ്ഥയിലായിരിക്കുവാൻ കാരണം? ആ വിളഭൂമിയുടെ ഉടമസ്ഥൻ്റെ മടിയാണ് അതിന് കാരണം. മറ്റൊരു വേദഭാഗത്ത് മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താവുന്നുവെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മടിയൻ്റെ വിളഭൂമിയെക്കുറിച്ച്, കൃഷിസ്ഥലത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ട് ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുകയാണ്, ഞാനത് കണ്ട് വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മെ ജ്ഞാനിയാക്കി തീർക്കണം. അതിൽ നിന്ന് നല്ല പാഠങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മടിയൻ്റെ വിളഭൂമിയെ കണ്ടിട്ട് ജ്ഞാനി അതിലൂടെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുകയാണ്. ജോലി ചെയ്യാനുള്ള സമയത്ത് അകാലത്തിലെ നിദ്ര അഥവാ ഉറക്കം, മടി പിടിച്ച് കൈയും കെട്ടിയിരിക്കുന്നതിൻ്റെ അനന്തരഫലം സദൃശവാക്യങ്ങൾ 24-34 പറയുന്നു. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരുമെന്ന്. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വരുന്നതിന് കാരണമായിത്തീരുന്ന മടി, അതുപോലെ അകാലത്തിലെ നിദ്ര, ഇത് ഒഴിവാക്കുവാൻ
പരിശുദ്ധാത്മാവ് ജ്ഞാനിയായ ശലോമൻ രാജാവിലൂടെ ഉപദേശിക്കുകയാണ്. ഉത്സാഹിയായിരിക്കാനാണ് ഇവിടെ പ്രബോധനം. ജീവിതം വളരെ ഹ്രസ്വമാണ്. ചെറിയൊരു ജീവിതം, അത് വേഗം തീരും. നമുക്ക് നൽകപ്പെട്ട സമയം വളരെ വിലപ്പെട്ടതാണ്. അത് തക്ക സമയത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നാം ജ്ഞാനിയായി, ധന്യരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാവും. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.